നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇടുക എല്ലാവരുടെ അടുത്തും. ആരെയും അധികം വിശ്വസിക്കരുത്. എൻ്റെ ലൈഫിൽ ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടില്ല, പക്ഷേ എനിക്കും പറയാനുള്ളത് അത് തന്നെ. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കും. ഒരു പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ എപ്പോഴും നമുക്ക് സങ്കടപ്പെടേണ്ടി വരും. ഓരോരുത്തരെയും കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മുടെ അടുത്ത് വലിയ സ്നേഹമാണല്ലോ, ഇതാണ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ എന്നൊക്കെ കരുതും. പക്ഷേ അങ്ങനെയല്ല. അടുത്തു കഴിയുമ്പോൾ ആയിരിക്കും എല്ലാം മനസ്സിലാവുക. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ചിലപ്പോൾ ആയിരിക്കുകയുമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരുമായും ഒരു ഡിസ്റ്റൻസ് വേണം. അതാണ് നല്ലത്. ഇന്നലെ ചേട്ടൻ്റെ വിവാഹത്തിന് പിന്നാലെ സീരിയൽ നടി അപ്സര പ്രതികരിച്ചതാണ് ഈ വാക്കുകൾ. അപ്സരയുടെ ഭർത്താവായ ആൽബി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. നേരത്തെ ചേച്ചിയുടെ കല്യാണത്തിന് അപ്സരയ്ക്കൊപ്പം നിന്ന ആൽബിയെ ചേട്ടൻ്റെ കല്യാണത്തിന് കാണാതായതോടെ ആൽബി ചേട്ടൻ വന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ നടിയോട് തന്നെ ചോദിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അപ്സര അതിനുള്ള മറുപടിയുമായി നൽകിയത്. ഇല്ല, വന്നില്ല എന്ന മറുപടിയാണ് നടി ആവർത്തിച്ചു പറഞ്ഞത്. എന്തേ വരാത്തത് എന്ന് ചോദിച്ചപ്പോഴും ഇല്ല, വന്നില്ല എന്ന് തന്നെ നടി ആവർത്തിച്ചു. ഇതിൻ്റെ തുടർച്ചയായാണ് ആരെയും വിശ്വസിക്കരുതെന്ന് ചതിവ് പറ്റുമെന്നുമൊക്കെ അപ്സര വെളിപ്പെടുത്തിയത്. ആൽബിയെ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതോടൊപ്പം ആരാധകർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഏറെക്കാലമായി നടി അഴിച്ചുവച്ചിരുന്ന വിവാഹമോതിരം വീണ്ടും എടുത്തണിഞ്ഞാണ് ഇന്നലെ വിവാഹത്തിനെത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ അപ്സരയുടെ ഇടംകൈയിലെ മോതിരവിരലിൽ ആൽബി എന്നെഴുതിയ വീതി കൂടിയ ഈ സ്വർണ്ണമോതിരം കണ്ടിരുന്നു. എന്നാൽ പിന്നീട് ഒക്ടോബർ മുതൽ ആ മോതിരം കണ്ടിരുന്നില്ല. പകരം വലംകൈയിൽ കിടന്ന കുഞ്ഞു മോതിരം അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്തു. പിന്നാലെ നവംബർ 29 അപ്സരയുടെയും ആൽബിയുടെയും 3ാം വിവാഹ വാർഷിക ദിനം കൂടി കഴിഞ്ഞിട്ടും രണ്ടുപേരും അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് പറയുകയോ സ്നേഹചിത്രങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നില്ല. ഇതോടെയാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്ന വാർത്തകൾ കൂടുതൽ ശക്തിയോടെ പ്രചരിച്ചു തുടങ്ങിയത്. 2 വർഷത്തെ പ്രണയത്തിന് ശേഷം 2021 നവംബർ 29 അപ്സരയും ആൽബിയും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. എന്നാൽ 3ാം വിവാഹ വാർഷികം ആഘോഷിക്കവേ യാതൊരു ആശംസാ പോസ്റ്റുകളും ഇരുവരും പങ്കുവച്ചില്ല എന്നത് വാർത്തയാവുകയും ചെയ്തു. ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള വേർപിരിയൽ ആരാധകർക്കിടയിലും പരസ്യമായി തന്നെ ചർച്ചയായി മാറിയത്.